ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗണിതശാസ്ത്രത്തിലെ ഒരു മാജിക്കിനെ കുറിച്ചാണ്. സാധാരണക്കാർ ഈ മാജിക്കിനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഈ മാജിക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഗണിതശാസ്ത്രം മാറിയിട്ടുണ്ട്. അവരുപയോഗിക്കുന്ന ഏകദേശം എല്ലാ സാങ്കേതിക വിദ്യയിലും ഈ ഒരു ഗണിതശാസ്ത്രമുണ്ട്. ഈ ഗണിതശാസ്ത്രം ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യയും ഇപ്പോൾ അസാധ്യമായി മാറിയേനെ. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഇത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. വെറും ടെക്സ്റ്റ് ബുക്ക് വേർഷനിലുള്ള അതിൻ്റെ ഇക്വേഷനെക്കുറിച്ചുള്ളൊരു ധാരണ മാത്രമേ മിക്ക എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുമുള്ളൂ. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയോ കാണുന്നില്ലേ? എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഇതിൻ്റെ പിന്നിലും അതേ ഗണിതശാസ്ത്രം തന്നെയാണ്. ആ ഗണിതശാസ്ത്രം അന്ന് ഗവേഷകർ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ലായിരുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കില്ലായിരുന്നു. MRI സ്കാനിങ്ങിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. പല രോഗങ്ങളും നിർണ്ണയിക്കുന്നത് MRI സ്കാനിങ്ങിലൂടെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതേ ഗണിതശാസ്ത്രം തന്നെ. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അന്തർവാഹിനിയെ നിങ്ങൾക്കറിയില്ലേ? ആ അന്തർവാഹിനി എങ്ങനെയാണ് കൃത്യമായിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്, എങ്ങനെയാണത് നാവിഗേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ പിന്നിലും ഇതേ ഗണിതശാസ്ത്രം തന്നെയാണ്. നിങ്ങളുടെ ഫോൺ നിങ്ങൾ വൈഫൈയുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ടല്ലോ, അതിൻ്റെ പിന്നിലും ഇവൻ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ 5G നെറ്റ്വർക്ക് ഉപയോഗിച്ച്, അതുമല്ലെങ്കിൽ 4G നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് ഫയലുകൾ ആക്സസ് ചെയ്യുന്നില്ലേ? അവിടെയും ഇതുതന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആസ്ട്രോണോമേഴ്സും ആസ്ട്രോഫിസിസ്റ്റുകളും അങ്ങ് വിദൂരതയിലുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിനെ ചിത്രീകരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. ആ പഠനങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നത്. ആ ചിത്രീകരണവും യാഥാർത്ഥ്യമാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തു വന്നിരുന്നു. നിങ്ങളുമായിട്ട് ഞാൻ അത് ഷെയർ ചെയ്തതാണ്. അതിൽ ഞാൻ 3 ആർക്കിടെക്ചറുകളാണ് പ്രപ്പോസ് ചെയ്തത്: PF യൂണിറ്റ്, HF യൂണിറ്റ്, FF യൂണിറ്റ്. ഇത് 3ൻ്റെയും അടിസ്ഥാന തത്വം തന്നെ ഈ മാത്തമാറ്റിക്കൽ മാജിക്കാണ്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഒരുപാട് എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട് മാത്തമാറ്റിക്സിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള, മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ അൽഗരിതം അത് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണെന്ന്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഫാസിനേറ്റിംഗ് ആണ്. അതിന് പുറമെ ഇതിൻ്റെ പിന്നിൽ ഇമോഷണലായിട്ടുള്ള ഒരു വലിയ ചരിത്രം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാത്തമാറ്റിക്കൽ അൽഗരിതം കണ്ടെത്താനായി അനവധി ഗവേഷകർ ഒരുപാട് വർഷങ്ങൾ ശ്രമിച്ചിരുന്നു. എന്തിനാണ് ശ്രമിച്ചതെന്നല്ലേ? കോൾഡ് വാർ അവസാനിപ്പിക്കാനായിട്ട്. കോൾഡ് വാർ അനവധി മനുഷ്യരെയും ഈ പ്രകൃതിയെയും ചൂഷണം ചെയ്തു. ആ കാലഘട്ടത്തിൽ അനവധി ന്യൂക്ലിയർ ബോംബുകളാണ് വികസിപ്പിച്ചെടുത്തത്. ഒരുപക്ഷെ ഈ പ്രകൃതി തന്നെ ഇല്ലാതെയാകാൻ ഈ ന്യൂക്ലിയർ ബോംബ് കാരണമായി മാറിയേക്കാം. അതിന് തടയിടാൻ വേണ്ടി അന്ന് ഗവേഷകർ നടത്തിയിരുന്നത് ഇത്തരത്തിലുള്ള ഒരു അൽഗരിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു. പക്ഷേ അതൊരല്പം വൈകിപ്പോയി. ഇമോഷണലായിട്ടുള്ള ആ ചരിത്രത്തിലൂടെയും നമുക്ക് കടന്നു പോകാം. ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനുള്ള മത്സരങ്ങൾ ശരിക്കും ആരംഭിക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഒരു വശത്ത് അമേരിക്ക ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നു, മറുവശത്ത് ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നു. സോവിയറ്റ് യൂണിയനും ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവിടെ വിജയിച്ചത് അമേരിക്കയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആ ന്യൂക്ലിയർ ബോംബുകൾ വന്ന് പതിച്ച ആ നിമിഷം മുതൽ ആ റേസ് അതിൻ്റെ തീവ്രതയിലേക്ക് ഉയർന്നു. അതിൻ്റെ പ്രത്യാഘാതം എത്രമാത്രമാണെന്ന് ലോകം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അന്നേ വരെ ഉപയോഗിച്ചിട്ടുള്ള കൺവെൻഷനലായിട്ടുള്ള ഒരു ബോംബിനും അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കില്ല. അത്രയും നശീകരണ ശേഷി അവയ്ക്കൊന്നുമില്ല. മറ്റുള്ള ആ കാലഘട്ടത്തിലെ ബോംബുകളുമായി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആയിരക്കണക്കിന് ഇരട്ടി പ്രഹരശേഷിയായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ആ ബോംബുകൾക്കുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടും മത്സരമാണ്. ഓരോ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് ബോംബുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഇത് വലിയ ഭയമാണ് ഉണ്ടാക്കിയത്. കാനഡയും യുണൈറ്റഡ് കിങ്ഡവും ഒന്നു ചേർന്നുകൊണ്ട് ശരിക്കും ഒരു വലിയ മീറ്റിംഗ് നടത്താൻ ശ്രമിച്ചു. പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനെ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വരെ ഉണ്ടായി. അവർ ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ന്യൂക്ലിയർ ബോംബുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല മെഷീനറികളും പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാൻ അവർ തയ്യാറാണ്.
പക്ഷേ ഒരു ഉറപ്പ് കിട്ടണം, ലോകത്തുള്ള സകല രാജ്യങ്ങളും ഈ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. സമാധാനപരമായി മറ്റെന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനു വേണ്ടി മാത്രം ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാവൂ. എല്ലാ രാജ്യങ്ങൾക്കും ഈ പദ്ധതി സ്വീകാര്യമായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ അതങ്ങ് അംഗീകരിച്ചില്ല. ഈ പ്ലാൻ്റെ പേരാണ് ബറൂച്ച് പ്ലാൻ. സോവിയറ്റ് യൂണിയൻ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു റീസൺ അമേരിക്കയുടെ പല തന്ത്രങ്ങൾ തന്നെയാണ്. മുൻകാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള തന്ത്രങ്ങൾ. എല്ലാ രാജ്യങ്ങളും ഈ ഒരു ടെക്നോളജിയുടെ വികാസം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ ഈ ടെക്നോളജി ഉണ്ടായിരിക്കത്തുള്ളൂ, അത് അമേരിക്കയ്ക്കാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് മാത്രം ഒരു സാങ്കേതികവിദ്യ സ്വന്തമാക്കാനുള്ള അവരുടെ കപടതന്ത്രമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ കണ്ടത്. പിന്നീട് അങ്ങോട്ടങ്ങ് മത്സരമായിരുന്നു. ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ല. അതിന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകൾ വേണം. അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും വേണം. മത്സരം ആരംഭിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഓരോ രാജ്യങ്ങളും അന്വേഷിച്ച് നടന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന മരുഭൂമികൾ, പസഫിക് ഓഷ്യൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകൾ. അമേരിക്കയുടെ ബാക്ക്യാർഡായ നിവേദ മരുഭൂമിയിൽ പോലും ഈ പരീക്ഷണങ്ങൾ നടത്തി. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നത് പ്രകൃതിയാണ്. ഇവിടെ ഒരു ഐറണിയുണ്ട്. ജപ്പാനെ നശിപ്പിക്കാനായി അമേരിക്ക വികസിപ്പിച്ചെടുത്തിട്ടുള്ള ന്യൂക്ലിയർ ബോംബ് അത് ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ, ഈ രണ്ട് പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് അമേരിക്കയ്ക്കും അമേരിക്കയിലെ ജനതയ്ക്കുമാണ്. പരീക്ഷണങ്ങൾ മുന്നോട്ട് പോകും തോറും ബേസിക്കായിട്ടുള്ള ന്യൂക്ലിയർ ബോംബുകളുടെ കാലഘട്ടം അവസാനിച്ചു. കുറച്ചുകൂടെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സാധാരണ ന്യൂക്ലിയർ ബോംബുകളേക്കാൾ ആയിരക്കണക്കിന് പ്രഹരശേഷിയുള്ള തെർമോ ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി. ഇത് ശരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ്റെയും ന്യൂക്ലിയർ ഫിഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ സ്ഫോടനമുണ്ടാകും. 1954 ബിക്കിനി അറ്റോൾ എന്ന പസഫിക് സമുദ്രത്തിലെ ഒരു ഐലൻഡിൽ അമേരിക്ക തീവ്രമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിലൂടെ 6 മില്യൺ ടൺ TNT-യുടെ തുല്യമായിട്ടുള്ള പ്രഹരശേഷി ഉണ്ടാകുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചത്. അതനുസരിച്ച് അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെ അവർ ഒഴിപ്പിക്കുകയും ചെയ്തു. ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകില്ലെന്നാണ് അവർ കരുതിയത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റി. അവർ പ്രതീക്ഷിച്ച പ്രഹരശേഷിയുടെ 2.5 ഇരട്ടി പ്രഹരശേഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒഴിപ്പിക്കാതെ പോയ പല പ്രദേശങ്ങളിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ചാരം കൊണ്ട് പൊതിയാൻ തുടങ്ങി. ചാരം ഒരു വലിയ മഴ പോലെ അവിടെയെല്ലാം പെയ്തിറങ്ങി. ഒരു ജാപ്പനീസ് ഫിഷിംഗ് ബോട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തിനും വെളിയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും തീവ്രത വർദ്ധിച്ചതോടുകൂടി ആ ചാരമഴ അവരുടെ ദേഹത്തും പെയ്തിറങ്ങി. അവർക്ക് പിന്നീട് തീവ്രമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിൽ ചിലർ പെട്ടെന്ന് തന്നെ മരിക്കുകയും ഉണ്ടായി. ഈ സംഭവം ശരിക്കും വലിയ പ്രശ്നങ്ങളാണ് ലോകത്തുണ്ടാക്കിയത്. ആളുകൾ സമരം ചെയ്യാൻ തുടങ്ങി. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു രീതിയിലുള്ള പൊല്യൂഷനുമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. അമേരിക്കയിലുള്ള ജനങ്ങൾ ഉൾപ്പെടെ സമരമുഖത്തേക്ക് ഇറങ്ങി. പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഈ കാലഘട്ടത്തിൽ ഒരു സമാധാനത്തിൻ്റെ സിമ്പൽ ഉണ്ടായി വന്നു. ആ സിമ്പലാണ് ഈ കാലഘട്ടത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സിമ്പലിൽ പ്രധാനമായിട്ടും 2 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ 2 അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ സിമ്പൽ ഉണ്ടായിരിക്കുന്നത്, N-ഉം D-യും. അതിൻ്റെ അർത്ഥം ന്യൂക്ലിയർ ഡിസാർമമെൻ്റ് എന്നാണ്. പൂർണ്ണമായിട്ടും ന്യൂക്ലിയർ ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉപേക്ഷിക്കണം. രാജ്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ മടിക്കുമെന്നായിരിക്കും നമ്മൾ കരുതുക. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ ന്യൂക്ലിയർ പവേഴ്സുകളും, അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും ഒന്നിച്ചു പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ടും നിരായുധീകരണം നടത്താൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നിരുന്നു 1958 ജനീവയിൽ. എല്ലാ രാജ്യങ്ങളും തീരുമാനിച്ചു. അത് അവർ ഉറപ്പുവരുത്തി. പിന്നീടുള്ള ഒരു വർഷം, അതായത് 1959 വരെയുള്ള വർഷം, ഒരു രീതിയിലുള്ള ന്യൂക്ലിയർ പരീക്ഷണങ്ങളും നടന്നിരുന്നില്ല. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അമേരിക്കയ്ക്ക് വലിയ സംശയമാണ് സോവിയറ്റ് യൂണിയൻ രഹസ്യമായി എന്തെങ്കിലും ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയാലോ? അതുവരെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ആളുകൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ മരുഭൂമിയിലോ അല്ലെങ്കിൽ ആർക്ടിക് പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐലൻഡിലോ ഒക്കെയാണ്.
അതിൻ്റെ പ്രകമ്പനം ലോകം തിരിച്ചറിയാറുണ്ട്. അതിൻ്റെ മഷ്റൂം കണക്കെ മുകളിലേക്ക് ഉയർന്നു വരുന്ന പുകപടലങ്ങൾ ആളുകൾ കാണാറുണ്ട്. എന്നാൽ ഇതൊന്നും വെളിയിൽ കാണിക്കാത്ത തരത്തിൽ രഹസ്യമായി എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയൻ പരീക്ഷണങ്ങൾ തുടർന്നു പോയാലോ? ഇതേ സംശയം സോവിയറ്റ് യൂണിയനുമുണ്ടായി. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ രഹസ്യമായി അവരറിയാതെ ഇത്തരം ന്യൂക്ലിയർ വെപ്പണുകൾ ഉണ്ടാക്കിയാലോ? ഇതിനൊരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ സാധാരണക്കാർക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പട്ടാളത്തിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുണ്ടാക്കിയെടുക്കേണ്ടത് ഗവേഷകരാണ്. ആയിരക്കണക്കിന് മൈലുകൾ അകലെ നടന്നിരിക്കുന്ന ഒരു ന്യൂക്ലിയർ ടെസ്റ്റിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. ഞാൻ പറഞ്ഞതുപോലെ മരുഭൂമിയിലോ ആർട്ടിക് പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ദ്വീപിലോ തുറസായ സ്ഥലത്ത് നടത്തുന്ന പരീക്ഷണങ്ങൾ വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ആയിരക്കണക്കിന് കിലോമീറ്റർ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാകും. മഷ്റൂം രൂപത്തിലുള്ള ആ പുക ആളുകൾക്ക് കാണാൻ സാധിക്കും. ഇതിനുപരിയായി അവിടെ ഉണ്ടാകുന്ന ബാക്കി പത്രം, അതായത് അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ അന്തരീക്ഷത്തിലൂടെ വ്യാപിക്കും. നമുക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ വെളിയിലുള്ള ആളുകൾക്കത് കാണാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുണ്ടാകുന്ന ശബ്ദം കുറച്ചുകൂടെ തീവ്രതയേറിയതായിരിക്കും. അതായത് കരയിൽ നടത്തുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴങ്ങൾ നടത്തുമ്പോഴാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴങ്ങൾ നടത്താൻ സാധിക്കില്ല, തുറസായ സ്ഥലത്ത് നടത്താൻ സാധിക്കില്ല. പിന്നെ ഭൂമിയുടെ അടിയിൽ വലിയ ബങ്കറുകൾ ഉണ്ടാക്കി അവിടെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നതെങ്കിലോ? അത് പിന്നീട് പുറം ലോകത്തിന് അറിയാനേ സാധിക്കില്ല. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വർഷം നീണ്ടു നിന്ന ആ ബഹിഷ്കരണം പിന്നീട് അങ്ങോട്ട് ഭാഗികമായിട്ട് മാത്രമാണ് വിജയിച്ചത്. കാരണം അണ്ടർഗ്രൗണ്ടിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ തിരിച്ചറിയാൻ ആർക്കും സാധിക്കില്ല. വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകൾക്ക് അപ്പുറത്തുള്ള രാജ്യത്ത് പോയി അവിടെ എന്തെങ്കിലും ഭൂഗർഭ അറകളുണ്ടോ, അവിടെ പരീക്ഷണം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് സോവിയറ്റ് യൂണിയൻ തയ്യാറായില്ല. അവരുടെ രാജ്യത്തേക്ക് ഒരു രീതിയിലുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ടും ആളുകൾ എത്തേണ്ടെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. അണ്ടർഗ്രൗണ്ടിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഗവേഷകർ തല പുകഞ്ഞാലോചിച്ചു. അപ്പോഴാണ് അവർക്ക് സീസ്മോമീറ്റർ എന്ന ആശയം ഉണ്ടായത്. ഭൂകമ്പം ഉണ്ടാക്കുമ്പോൾ അതിനെ മാപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറികളിലൊക്കെ ഇത്തരം സീസ്മോമീറ്ററുകൾ സ്ഥാപിക്കണം. ആ സീസ്മോമീറ്റർ ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ ചലനം, അതായത് ഭൂമിക്കുണ്ടാകുന്ന ചെറിയ കുലുക്കങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടു പോയി. കാരണം ഓരോ ദിവസവും ഏകദേശം 300ഓളം ചെറിയ ഭൂകമ്പങ്ങളാണ് ഭൂമിയുടെ വിവിധ കോണുകൾ നടക്കുന്നത്. എന്നും 300 ഭൂകമ്പങ്ങൾ നടക്കും. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നമുക്കൊരു പരീക്ഷണത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? നിർഭാഗ്യവശാൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന പാറ്റേണും അതുപോലെ ഭൂഗർഭത്തിൽ നടത്തുന്ന ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ പാറ്റേണും ഏതാണ്ട് തുല്യമാണ്. അത് രണ്ടും പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കാൻ ഗവേഷകരെ കൊണ്ട് സാധിക്കാതെയായി. അണ്ടർഗ്രൗണ്ടിൽ നടത്തുന്ന ന്യൂക്ലിയർ ടെസ്റ്റിൽ വളരെ വ്യത്യസ്തമായിരിക്കും. ചിലതിനൊക്കെ കുറച്ചുകൂടെ തീവ്രതയുള്ള ന്യൂക്ലിയർ ബോംബായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലതിൻ്റെ തീവ്രത അല്പം കുറവായിരിക്കും, ചിലത് നല്ല ആഴത്തിലായിരിക്കും ന്യൂക്ലിയർ ബോംബിൻ്റെ പരീക്ഷണം നടത്തുന്നത്, ചിലതൊക്കെ അത്രയധികം ആഴത്തിലേക്ക് പോകാറില്ല. ഓരോന്നും സൃഷ്ടിക്കുന്ന തരംഗം അത് വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള തരംഗങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആ തരംഗങ്ങളെ സാധാരണ ഭൂകമ്പത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഗവേഷകർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. ഒരു ചെറിയ പാറ്റേണിലെ വ്യത്യാസം ഈ ഭൂകമ്പത്തിനും ന്യൂക്ലിയർ ബോംബിനുമുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാത്തമാറ്റിക്സിൻ്റെ രൂപത്തിൽ ഒളിഞ്ഞു കിടപ്പുമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് സ്പേസ് ഡൊമൈൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ദൂരത്തിൻ്റെയും വീതിയുടെയും നീളത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ദൂരെയുള്ള ഒരു ഫുട്ബോളിനെ കാണുന്നു, ആ ഫുട്ബോൾ ചലിക്കുന്നത് നമ്മൾ കാണുന്നു, അതിൻ്റെ സഞ്ചാരം നമ്മൾ നോക്കിക്കാണുന്നു. അത് നമ്മൾ XYZ ആക്സിസ്, അതായത് അതിൻ്റെ നീളം, ആ സ്ഥലത്തിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ നീളം, അതിൻ്റെ വീതി, അവിടുത്തെ ഉയരം, അതിനിടയിൽ ഈ 3 ഡിമെൻഷൻ്റെ ഇടയിലുള്ള പന്തിൻ്റെ സഞ്ചാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീത രീതിയിലും നമുക്കതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ സാധിക്കില്ല. എന്നാൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് അത് സാധിക്കുന്നതാണ്. ഒരുപാട് അരാജകത്വം നിറഞ്ഞിട്ടുള്ള സ്പേസ് ഡൊമൈനിലെ സീസ്മോമീറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന ആ സിഗ്നലിൽ നിന്ന്
കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസികൾ കൊണ്ട് മാത്രം സൃഷ്ടിച്ചിട്ടുള്ള സിഗ്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം എന്ന്. ഫോറിയർ ട്രാൻസ്ഫോമിലൂടെ ഒരുപാട് സിഗ്നലുകൾ കിട്ടും. ഓരോ സ്പേസ് ഡൊമൈനിലുള്ള കയോട്ടിക്കായിട്ടുള്ള അരാജകത്വം നിറഞ്ഞിട്ടുള്ള ആ വരകളും മാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ വൃത്തിയുള്ള വേവുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊരു കേക്ക് സങ്കല്പിക്കുക. നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ കേക്ക് ഇപ്പോൾ നമുക്ക് കാണാം. പക്ഷേ ആ കേക്കിൽ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ അതിൽ എത്രമാത്രം മുട്ട അടങ്ങിയിട്ടുണ്ടെന്ന്? അതിൽ അല്പം റം ഒരു പക്ഷേ ഒഴിച്ചിട്ടുണ്ടായിരിക്കും. അതെത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതിൽ എത്രമാത്രം മാവുണ്ടെന്നും അതിൽ എത്രമാത്രം പഞ്ചസാര ഉണ്ടെന്നും അത് എത്ര നേരം ബേക്ക് ചെയ്താണ് ഉണ്ടാക്കിയതെന്നും നമുക്കറിയാൻ സാധിക്കുമോ? അത് അറിയാൻ സാധിക്കും. അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക്, അതായത് സ്പേസ് ഡൊമൈനിൽ നിന്നും അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ പിന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് കേക്കല്ല, ആ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അവിടെ പഞ്ചസാര അല്പം ഉണ്ടായിരിക്കും, മാവ് ഉണ്ടായിരിക്കും, റം അല്പം ഉണ്ടായിരിക്കും, മുട്ട ഉണ്ടായിരിക്കും. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള സകലമാന വസ്തുക്കളും വ്യത്യസ്തമായിട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു അനാലജിയാണ്. അതിനെ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. ഫോറിയർ ട്രാൻസ്ഫോം കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അനാലജി ഞാൻ പറഞ്ഞത്. ഒരു ഭൂകമ്പം സീസ്മോമീറ്ററിൽ ലക്ഷക്കണക്കിന് ഡേറ്റ പോയിൻറ്റുകൾ ഉണ്ടാക്കും. ഡേറ്റ പോയിൻറ്റിനെ ഒരു ഗ്രാഫിൽ വരയ്ക്കുന്ന കുത്തുകളായിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ ലക്ഷക്കണക്കിന് കുത്തുകളാണുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിനുള്ള കുത്തുകളെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് നമുക്ക് 1 ട്രില്യനോളം കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേഷനുകൾ നടത്തണം. അത്രയധികം മാത്തമെറ്റിക്കൽ ഓപ്പറേഷനുകൾ 1960കളിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ 3 വർഷം തുടർച്ചയായിട്ട് ആ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്ന അത്രയും സമയം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ അത്രയും തീവ്രമാണ് ആ ഓപ്പറേഷനുകൾ. അത് വെറും ഒരൊറ്റ ഇവൻ്റ് മാത്രം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോഴേക്കും ആ പരീക്ഷണം കഴിഞ്ഞ് അത്തരത്തിലുള്ള അനേകം പരീക്ഷണങ്ങളിലേക്ക് രാജ്യം മാറിയിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം മാത്രം 300 ഇവൻറ്റുകൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3 × 300 വർഷങ്ങൾ വേണ്ടി വരും ഒരൊറ്റ ദിവസം നടക്കുന്ന അത്രയും ഇവൻറ്റുകളെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ. അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗവേഷകരുടെ പിന്നീടുള്ള ശ്രദ്ധ മുഴുവനും ഈ 1 ട്രില്യനോളം വരുന്ന കോംപ്ലക്സ് ആയ മാത്തമെറ്റിക്കൽ ഓപ്പറേഷനുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ആ പരിശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് 1963 അമേരിക്കയിലെ പ്രസിഡൻറ്റ്സ് സയൻസ് അഡ്വൈസറി കമ്മിറ്റി കൂടുന്നത്. അന്ന് ജോൺ എഫ് കെന്നഡിയാണ് പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി മീറ്റിംഗ് കുറേയധികം നേരത്തേക്ക് നീണ്ടുപോയി. ശരിക്കും അതൊരു ബോറിംഗ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റാണ് റിച്ചാർഡ് ഗാർവിൻ. അദ്ദേഹം നോക്കുമ്പോൾ അല്പം മാറി അതേ വട്ടമേശയുടെ ഒരു അരികിലായി പ്രശസ്ത മാത്തമെറ്റീഷ്യനായ ജോൺ ടുക്കി ഇരിപ്പുണ്ട്. പക്ഷേ ജോൺ ടുക്കി ഈ മീറ്റിങ്ങിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നോട്ട് പാഡിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ കളിക്കുകയാണെന്നാണ് ഗാർവിന് തോന്നിയത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജോൺ ടുക്കിയുടെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ ആ മീറ്റിങ്ങിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ജോൺ ടുക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ നോട്ട് പാഡ് ഉയർത്തി കാണിച്ചു കൊടുത്തു. അത് ഒരു മാത്തമെറ്റിക് വിസ്മയമായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രില്യൺ കണക്കിനുള്ള ആ മാത്തമെറ്റിക്കൽ ഓപ്പറേഷനെ നമുക്ക് ചുരുക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് സ്പേസ് ഡൊമൈനിൽ വരുന്ന ഡാറ്റ പോയിൻറ്റിനെ ഫോറിയർ ട്രാൻസ്ഫോമിലൂടെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരുപാട് വേവുകൾ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ വരുന്ന ഒരുപാട് വേവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് അദ്ദേഹം മാത്തമെറ്റിക്സിൻ്റെ ഭാഷയിൽ അവിടെ കുറിച്ച് വെച്ചത്. കുറേ അധികം വേവുകൾ ഒരുപോലെ തന്നെയാണ്. അതായത് ആ വേവുകളുടെ ഓപ്പറേഷൻ ഓരോന്നിൻ്റെയും പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെയെല്ലാം നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ റിഡൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രില്യൺ കണക്കിന് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. 3 വർഷം കൊണ്ട് കണക്ക് കൂട്ടാൻ സാധിക്കുന്നത് ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ടുക്കി കണ്ടെത്തിയ പാറ്റേൺ ഇങ്ങനെയായിരുന്നു. അനേകം വേവുകളുണ്ടല്ലോ, ആ വേവുകളെ അദ്ദേഹം പകുതിയായിട്ട് ചുരുക്കും. പിന്നീട് വീണ്ടും അതിനെ പകുതിയായിട്ട് ചുരുക്കും. അങ്ങനെ ചുരുക്കി വരുമ്പോൾ
3 വർഷം കൊണ്ട് നടത്തേണ്ട മാത്തമെറ്റിക്കൽ ഓപ്പറേഷന് പകരം 35 മിനിറ്റ് കൊണ്ട് നടത്തേണ്ട മാത്തമെറ്റിക്കൽ ഓപ്പറേഷനായിട്ട് മാറും. ഗാർവിന് ഇത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം ഈ അൽഗോരിതവുമായി നേരെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിൻ്റെ അടുത്തേക്ക് ഓടി. അവരെ കൊണ്ട് ഇത് കോഡ് ചെയ്യിച്ചു. പക്ഷേ ബോധപൂർവം അദ്ദേഹം ഇത് ന്യൂക്ലിയർ ബോംബിൻ്റെ ഡിസാർമമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞതേയില്ല. പകരം അദ്ദേഹം പറഞ്ഞത് ഇത് ക്രിസ്റ്റലുകളെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഗ്രാമേഴ്സ് കോഡ് ചെയ്തു. കുറച്ച് വർഷങ്ങൾ വേണ്ടി വന്നു. 1965 ആയപ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്തു. അത് പൂർണ്ണമായിട്ടും പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഗവേഷകർ കൂടുതൽ തീവ്രതയുള്ള ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആ മത്സരം കൈവിട്ടു പോയിരുന്നു. അന്നത്തെ പ്രമുഖരായിട്ടുള്ള രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും പിന്നിൽ അണിനിരന്നു. അവർ വ്യത്യസ്തമായിട്ടുള്ള ടീമുകളായി. ആ ടീമിലുള്ള ഓരോ മെമ്പേഴ്സും മത്സരിച്ച് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതോടുകൂടി ഗവേഷകർ ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തിരുന്നു. നമ്മൾ വെളിയിൽ തുറസായിട്ടുള്ളൊരു സ്ഥലത്ത് ന്യൂക്ലിയർ പരീക്ഷണം നടത്തുന്നതിനേക്കാൾ നല്ലത്, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തുന്നതിനേക്കാൾ നല്ലത് അണ്ടർഗ്രൗണ്ടിൽ ന്യൂക്ലിയർ പരീക്ഷണം നടത്തുന്നതാണെന്ന്. അങ്ങനെ കൂടുതലായി അണ്ടർഗ്രൗണ്ടിൽ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോഴാണ് ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോമുമായി ഗാർവിൻ്റെ വരവ്. ആ ഗാർവിൻ്റെ ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോം ഇനി ഒരിക്കലും ലോകത്തെ രക്ഷിക്കാൻ പോകുന്നില്ല. ന്യൂക്ലിയർ ബോംബുകളുടെ എണ്ണം കുറയ്ക്കാൻ പോകുന്നില്ല. കാരണം എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അതിൻ്റെ പങ്കാളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1963 ഗാർവിൻ പ്രോഗ്രാമേഴ്സിന് ആ അൽഗോരിതം കൊടുക്കുന്നത്. 1965, അതായത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആ 2 വർഷത്തിനിടയിൽ 1500 വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകളാണ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് നടന്നത്. ഓരോ ആഴ്ചയിലും ഒരൊറ്റ ടെസ്റ്റ് വീതം മാത്രമാണ് നടന്നതെന്ന് എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള 30 വർഷങ്ങൾ വേണ്ടിവരും ഈ 1500ഓളം വരുന്ന ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്താൻ. 1980 ലോകത്തുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ എണ്ണം 70,000 കഴിഞ്ഞിരുന്നു. അതായത് 1980 ആ ന്യൂക്ലിയർ വാർ ഹെഡുകൾ മാത്രം മതി ഭൂമിയിലുള്ള മനുഷ്യരാശിയെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ. ഇവിടെ പിന്നീട് ഒരു മനുഷ്യരോ ഒരു ജീവജാലമോ ഉണ്ടായിരിക്കില്ല. അതിനുള്ള ശേഷി 1980 തന്നെ രാജ്യങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോം കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, അതുപയോഗിച്ച് ഓരോ രാജ്യങ്ങളും നടത്തുന്ന ടെസ്റ്റുകൾ അപ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ആ ടെസ്റ്റിന് വിധേയരാകാൻ തയ്യാറായേനെ. കാരണം അവർക്ക് കോടിക്കണക്കിന് പണം ലാഭിക്കാൻ സാധിക്കും. ആ പണമൊക്കെ ജനങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അവർക്ക് ന്യൂക്ലിയർ ആയുധങ്ങളുടെ പിന്നാലെയുള്ള യാത്ര എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ കണ്ടെത്തൽ നടന്നപ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ കടന്നുപോയിരുന്നു. ഇവിടെ ഇമോഷണലായിട്ടുള്ള ഒരു വലിയ ട്വിസ്റ്റ് കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോം കണ്ടെത്തുന്നത് ജോൺ ട്യൂക്കിയൊന്നുമല്ല. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഗവേഷകൻ ഇത് കണ്ടെത്തിയിരുന്നു. 1805 കാൾ ഫ്രെഡറിക് ഗോസ് ആണ് ഇത് കണ്ടെത്തിയത്. പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ന്യൂക്ലിയർ ബോംബെന്നുള്ള ഒരു ആശയം പോലുമില്ല. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനൊരു തോട്ടിലേക്ക് ഗവേഷകർ എത്തിയിരുന്നില്ലല്ലോ. അങ്ങനൊരു യുദ്ധവും ആ കാലഘട്ടത്തിൽ നടന്നിരുന്നില്ല. അദ്ദേഹം ഇത് വികസിപ്പിച്ചെടുത്തത് ആകാശത്തൂടെ പറന്ന് നടക്കുന്ന ആസ്ട്രോയിഡുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ആസ്ട്രോയിഡുകളുടെ പാത്തിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോം കണ്ടെത്തി. അത് അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ബോധ്യം വന്നു, ഇതിനേക്കാൾ മികച്ച വേറൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആസ്ട്രോയിഡുകളുടെ ചലനം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ നോട്ട്ബുക്ക് എന്നേക്കുമായിട്ട് അടഞ്ഞു കിടന്നു. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ പോയില്ല. കാരണം ആസ്ട്രോയിഡുകളുടെ ഓർബിറ്റ് കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ പക്കൽ വേറൊരു മെത്തേഡുണ്ട്, കുറച്ചുകൂടെ മികച്ച ഒരു മെത്തേഡ്. അതുകൊണ്ട് തന്നെ പഴയ മെത്തേഡ് പൂർണ്ണമായിട്ടും അദ്ദേഹം ഉപേക്ഷിച്ച് കളഞ്ഞു. അത് ആ പുസ്തകത്തിൽ അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആ പുസ്തകം പൊടി പിടിച്ച് അവിടെ അങ്ങനെ കെട്ടിക്കിടന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ എഴുതി വച്ചിരുന്ന ഫാസ്റ്റ് ഫോർവേഡ് ട്രാൻസ്ഫോമിൻ്റെ അൽഗോരിതം ആളുകൾ മനസ്സിലാക്കിയെടുക്കുന്നത്. 1805 തന്നെ
അദ്ദേഹത്തിന് വെറുതെ അതൊന്ന് പബ്ലിഷ് ചെയ്യാൻ തോന്നിയിരുന്നെങ്കിൽ ന്യൂക്ലിയർ ബോംബെന്ന് പറയുന്നത് ഇന്നൊരു വിപത്തേ ആയി മാറില്ലായിരുന്നു. ആളുകൾ ഇന്ന് ന്യൂക്ലിയർ ബോംബിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടില്ലായിരുന്നു. അതിനെ തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്യാൻ, അതിനെ പരിഹരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചേനെ. അതിൻ്റെ അർത്ഥം ഫൊറേ ട്രാൻസ്ഫോം കൊണ്ട് പിന്നീട് നമുക്കൊരു പ്രയോജനവും ഉണ്ടായെന്നല്ല. പ്രയോജനമുണ്ടായി. അത് ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വികസിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ ലോകത്തെ സാങ്കേതികവിദ്യ അതിങ്ങനെ ഇരിക്കാനുള്ള കാരണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗണിതശാസ്ത്രം, അത് ഫാസ്റ്റ് ഫൊറേ ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ വീഡിയോ നിങ്ങൾ ഇൻ്റർനെറ്റിലൂടെ കാണാനുള്ളൊരു കാരണം ഫാസ്റ്റ് ഫൊറേ ട്രാൻസ്ഫോമാണ്. കാരണം വലിയ രീതിയിലുള്ള ഡേറ്റയാണ് അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്, കംപ്രസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ. ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്നതെല്ലാം വേവുകളാണ്. ഹൈ ഫ്രീക്വൻസിയിലുള്ള കമ്പോണൻസിന് നമ്മുടെ കണ്ണുകളെ സ്വാധീനിക്കാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നത് അതിന് താഴെയുള്ള ഫ്രീക്വൻസികളെയാണ്. അപ്പോൾ ആ ഹൈ ഫ്രീക്വൻസിയിലുള്ള കമ്പോണൻസിനെ എല്ലാം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയാലോ നമുക്ക് അതിനെ 99% കളയാൻ സാധിക്കും. ബാക്കി അവശേഷിക്കുന്ന 1% മതി നമുക്ക് ആ ഡേറ്റ ഒരു പോറൽ പോലും ഏൽക്കാതെ കാണാൻ സാധിക്കാൻ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എല്ലാ വീഡിയോയിലും ഇത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഒരു പിക്ചർ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു. MRI സ്കാനിങ്ങിലൂടെ ഗുരുതരമായിട്ടുള്ള പല രോഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും പ്രവർത്തിക്കുന്നത് ഇതേ ഫാസ്റ്റ് ഫൊറേ ട്രാൻസ്ഫോമാണ്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സബ്മറൈനിലും ഇതേ വിദ്യ തന്നെ ഉണ്ട്. ആ വിദ്യ കാരണമാണ് അതിനെ കൃത്യമായിട്ട് യാത്ര ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇതേ ഫാസ്റ്റ് ഫൊറേ ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെറാസി റൂബിൻ ഒബ്സർവേറ്ററിയിലെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കും. അതിൻ്റെ സ്വന്തം ഗവേഷണ പ്രബന്ധം തന്നെയാണ്. ആ പ്രബന്ധത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ബഹിരാകാശത്ത് കണ്ടിരുന്ന ആസ്ട്രോയിഡുകളുടെ ഓർബിറ്റുകളെ അളക്കാൻ പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ പരിശ്രമം അതത്ര വലിയ വിജയമൊന്നുമായിരുന്നില്ല. ആ പരിശ്രമത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ടൂളായിരുന്നു ഫാസ്റ്റ് ഫൊറേ ട്രാൻസ്ഫോം. അത് അദ്ദേഹത്തിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ആവശ്യമായി വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും അത് മാറ്റിവെച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും പൊടിതട്ടിയെടുത്തപ്പോൾ നമ്മളുടെ ജോൺ ടൊക്കി കണ്ടെത്തിയ അതേ സമവാക്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജോൺ ടൊക്കി അത് കോപ്പി അടിക്കുകയായിരുന്നില്ല. ജോൺ ടൊക്കിക്ക് അപ്പോൾ തോന്നിയിട്ടുള്ള ചില ചിന്തകൾ വരച്ചു വെക്കുക മാത്രമാണ് ചെയ്തത്. അത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ എത്രയെത്ര നോട്ട്ബുക്കുകൾ ഉണ്ടാകും ആളുകൾ കാര്യമായിട്ട് ഗവനിക്കാതെ തള്ളിക്കളഞ്ഞത്. ആ കാലഘട്ടത്തിൽ അതിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലെ പല റിസർച്ച് പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ അന്നത്തെ ആ നേരം പോക്ക് ഇക്വേഷനുകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷനുകൾക്കോ സാധിക്കും. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പല സാങ്കേതിക വിദ്യകളും ഇത്തരത്തിൽ പൊളിച്ചെഴുതപ്പെട്ടേക്കാം. ഇക്വേഷനുകൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ആരും എഴുതിയിട്ടില്ലായിരിക്കാം. ഇനിയിപ്പോൾ എഴുതാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകളായിരിക്കാം. ആ ഇക്വേഷനുകളെ നമുക്ക് പല ആപ്ലിക്കേഷനുകളിൽ കൊണ്ടുപോയി ഇടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കുറേയധികം സാങ്കേതിക വിദ്യകൾ ഇവിടെ ഇനിയും ഉണ്ടാകും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഇൻറ്റുമണിയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക.